Audio Jungle. നമസ്കാരം, വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടവെട്ടിക്ക് സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന സംശയം. തൊടുപുഴയിൽ കഞ്ചാവ് വേട്ട, 2 പേർ അറസ്റ്റിൽ. 65 പൊതി കഞ്ചാവ് പിടിച്ചെടുത്തു. പഴയരിക്കണ്ടം വെൺമണി ഭാഗത്ത് വ്യാപക മോഷണം. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. വടംവലിച്ച് ജില്ലയ്ക്ക് അഭിമാനമായി തൊടുപുഴ ഡീപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ. അഖിലേന്ത്യാ വടംവലി മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നതും ഇത്തവണ ഇവർ തന്നെ. ശുചിത്വ സന്ദേശവുമായി തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ചു. പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടവെട്ടിക്ക് സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന സംശയം. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മെർജുൻ ഇസ്ലാം ഷേഖിന്റെ ഭാര്യ നസീമ ബീഗമാണ് കൊല്ലപ്പെട്ടത്. തലയിൽ കാണപ്പെട്ട ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് കരുതുന്നു. സംഭവത്തിന് ശേഷം ഭർത്താവ് ഒളിവിൽ പോയത് സംഭവത്തിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇവർക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. കുട്ടിയെയും കാണാതായിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ ഇവർ ഏതാനും ദിവസം മുമ്പാണ് ഇടവെട്ടി വലിയചാരത്തിന് സമീപമുള്ള വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. പോലീസും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാത്രി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ സുഹൃത്തും പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ വന്നു. അത് കഴിഞ്ഞാൽ അത് വേറെ ആരും കണ്ടിട്ടില്ല. അകത്തൊക്കെ പോകുന്നത് നമ്മൾ കണ്ടേ ഉള്ളൂ. വേറെ പരിചയപ്പെട്ട് നമ്മൾ അതിൽ വായിക്കില്ല. ഇവിടെ 3-4 ദിവസമായി. തൊടുപുഴയിൽ കഞ്ചാവ് വേട്ട. തൊടുപുഴ ചുങ്കം ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ കുരുവിനാക്കുന്നൽ സജി ജോർജ്, വടക്കേക്കര VG സജി എന്നിവരെ എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽ രാജും സംഘവും കസ്റ്റഡിയിലെടുത്തു. നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വെള്ളിയാഴ്ച ചുങ്കഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിനിടെ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ മുട്ടസജി എന്ന് വിളിക്കുന്ന കുര്യാക്കുന്നേൽ സജി ജോർജ്, വടക്കേക്കര VG സജി എന്നിവരെ എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽ രാജും സംഘവും കസ്റ്റഡിയിലെടുത്തു. 2 വട്ടമായി നടന്ന റെയ്ഡിൽ ഇവരിൽ നിന്നും 65 പൊതി കഞ്ചാവ് എക്സൈസ് പിടികൂടി. നഗരവും സമീപ പ്രദേശങ്ങളും കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നതായി പലയിടത്തു നിന്നും പരാതികളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. മിക്കവാറും കേസുകളിലും 18 വയസ്സ് തികയാത്ത വിദ്യാർത്ഥികളാണ് പിടിയിലായിട്ടുള്ളത്. കഞ്ചാവ് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കുറിച്ച് വ്യക്തമായ ധാരണ എക്സൈസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി അറിവുണ്ടെങ്കിലും വിദഗ്ധമായി പ്രവർത്തിക്കുന്ന സംഘത്തെ മതിയായ തെളിവുകളോടെ പിടികൂടുന്നതിന് കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. കഞ്ചാവ് ശേഖരം വളരെ സൂക്ഷ്മമായി ഒളിപ്പിക്കുന്നതും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കാളികളാകുന്നതുമെല്ലാം ഇതിന് തടസ്സമാകാറുണ്ട്. വെള്ളിയാഴ്ച ചുങ്കഭാഗത്ത് കാര്യമായ പദ്ധതികളോടെ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡും ഇത്തരത്തിൽ കലാശിക്കുകയാണ് ആദ്യം ചെയ്തത്. ഈ ഭാഗത്ത് രാത്രിയും പകലും കുറച്ചു നാളുകളായി ബൈക്കുകളിലും മറ്റും പരിചയമില്ലാത്ത വിദ്യാർത്ഥികൾ വന്നു പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിലും കഞ്ചാവ് വാങ്ങുന്നതിനാണ് ഇവർ എത്തിയിരുന്നതെന്ന കാര്യം നാട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളായ 3 പേർ ബൈക്കുകളിൽ ഇവിടേക്ക് എത്തുന്നത് പിന്തുടർന്ന മഫ്തിയിലെത്തിയ എക്സൈസ് സംഘം കാര്യമായ പരിശോധനകൾ നടത്തിയെങ്കിലും 3 പൊതി കഞ്ചാവ് മാത്രമാണ് പ്രതിയായ സജിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുക്കാനായത്. എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PL തോമസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KP ജയരാജൻ, VS നിസാർ, ജോർജ് T പോൾ, അനുരാജ് PR, ബിനീഷ് കുമാർ PS, സുബൈർ AI, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു, ബിന്ദു എന്നിവരാണ് പങ്കെടുത്തത്. VBC ന്യൂസ് തൊടുപുഴ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഔഷധാവകാശ സംരക്ഷണ ജാഥകളിൽ ഒന്നിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 17-ാം തീയതി തിങ്കളാഴ്ച തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ B ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിക്കും. ഔഷധ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 2 ജാഥകളാണ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു ജാഥ 17-ാം തീയതി തൊടുപുഴയിൽ നടക്കും. മറ്റൊരു ജാഥ 18-ാം തീയതി തിങ്കളാഴ്ച തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ B ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിക്കും.
നവംബർ 17 വൈകിട്ട് 5 മണിക്ക് തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി ഇക്ബാലാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ NK ശശിധരൻ അധ്യക്ഷത വഹിക്കും. നമ്മുടെ നഗരസഭാ ചെയർമാൻ AM ഹാരിദ്, പ്രതിപക്ഷ നേതാവ് R ഹരി, CITUവിൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ, പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിക്കുന്നതാണ്. പരിഷത്ത് ഔഷധ അവകാശ സംരക്ഷണ ജാഥയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന നാല് കാര്യങ്ങളാണ്. അതിലൊന്ന് മരുന്നുവിലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മരുന്നുവില നിയന്ത്രിക്കുക, ഔഷധവില നിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ NK ശശിധരപിള്ള അധ്യക്ഷത വഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, R ഹരി തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കും. പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം VV ഷാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PD രവീന്ദ്രൻ, PM സുകുമാരൻ, AN സോമദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലെ കുട്ടികൾ ശിശുദിനം ആഘോഷിച്ചത് പ്രതീക്ഷാ ഭവനിലെ കുട്ടികൾക്കൊപ്പം. മാനസിക വൈകല്യം ബാധിച്ച കുട്ടികൾക്കൊപ്പം നാടൻ പാട്ടും നൃത്തവും മോണോ ആക്ടും പ്രസംഗവും ചാച്ചാജിയുടെ വേഷവിധാനങ്ങളുമായി എത്തിയ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലെ സീഡ് കുട്ടികൾക്കൊപ്പം പ്രതീക്ഷാ ഭവനിലെ 200 കുട്ടികളും പങ്കാളികളായി. സ്വരരാഗമേ ഉണരൂ എന്ന ഗാനം ആലപിച്ച് പ്രതീക്ഷാ ഭവനിലെ സൂര്യ എന്ന പെൺകുട്ടി മറ്റു കുട്ടികൾക്ക് മാതൃകയായി. അച്ഛനും അമ്മയും മരിച്ച് ആരും സഹായിക്കാനില്ലാത്ത പ്രതീക്ഷാ ഭവൻ ദത്തെടുത്ത ശരണ്യ എന്ന പെൺകുട്ടിക്ക് പ്രത്യേക സമ്മാനപ്പൊതികളും കുട്ടികൾ നൽകി. സെന്റ് സെബാസ്റ്റ്യനിലെ കുട്ടികൾ പാടിയ നാടൻ പാട്ടിനൊപ്പം പ്രതീക്ഷാ ഭവനിലെ മുഴുവൻ കുട്ടികളും ചുവടുവെച്ചത് ഏവരെയും ആകർഷിച്ചു. ശിശുദിനത്തിൽ ചാച്ചാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞ കുട്ടികൾക്ക് അപ്പോൾ തന്നെ സമ്മാനം നൽകിയത് പ്രതീക്ഷാ ഭവനിലെ കുട്ടികൾക്ക് പ്രചോദനമായി. ആദ്യമായിട്ടാണ് ശിശുദിനത്തിൽ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതെന്നും ഇതിന് നേതൃത്വം നൽകിയ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും പ്രതീക്ഷാ ഭവൻ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡീന കൊന്നക്കൽ, സിസ്റ്റർ മേരി തെക്കേക്കുറ്റ് തുടങ്ങിയവർ പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ദേവസ്യ അച്ഛൻ PM, അധ്യാപകരായ അനീഷ് ജോർജ്, സിസ്റ്റർ ടെസി, മിനിമോൾ R, ഷിൻഡോ ജോർജ്, ജെയിംസ് ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികൾ വീട് തകർത്തേക്കാം, എന്നാൽ അവരാണ് കുടുംബം ഉണ്ടാക്കുന്നത് എന്ന തായ്മാർജിന്റെ വാക്കുകളും കുഞ്ഞിനെ എടുക്കുമ്പോൾ കൈനോവും താഴെ വയ്ക്കുമ്പോൾ മനസ്സ് നോവും എന്ന പരമൊഴിയും എല്ലാ കുടുംബങ്ങളുടെയും കേന്ദ്രം ശിശുവാണെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്നത്തെ ബാലികർക്ക് നഷ്ടമാകുന്നത് അവരുടെ നാഥനെയൊന്ന് പാടിയുറക്കാമോ, ചിറകു വിരിച്ചു വിരിച്ചു പറക്കും കുഞ്ഞിപ്രാവേനെ, വന്നെന്റെ നാഥനെയൊന്ന് പാടിയുറക്കാമോ, വന്നേ നീയും ഞാനും ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടി പാടി സ്വർഗത്തിൽ പോകാം, വന്നേ നീയും ഞാനും ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ പാടി പാടി സ്വർഗത്തിൽ പോകാം. നാടകം ശിശുദിനം ആഘോഷിക്കുമ്പോൾ വേറിട്ട ആഘോഷമാണ് അൽ-അസ്ർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയത്. അനാഥരായ ബാല്യങ്ങൾക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചും സന്തോഷങ്ങൾ പങ്കുവെച്ചുമായിരുന്നു ആഘോഷം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 125ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് അൽ-അസ്ർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ തൊടുപുഴയിലെ അമ്മത്തൊട്ടിലെത്തി അനാഥബാല്യങ്ങളുമൊത്ത് ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിച്ചു. ഉച്ചയോടെ അമ്മത്തൊട്ടിലെത്തിയ 150ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ കുട്ടികളോടൊത്ത് ആടിയും പാടിയും മിമിക്രി അവതരിപ്പിച്ചും മണിക്കൂറുകളോളം ചെലവഴിച്ചു. ശിശുദിനാഘോഷങ്ങളെക്കുറിച്ച് വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ സമൂഹത്തിന് നല്ലത് ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഈ സംരംഭം. ശിശുദിനത്തിൻ്റെ ഭാഗമായി ഈ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഒരു നല്ല ദിനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ അനാഥ ബാല്യങ്ങളുടെ കണ്ണിലെ സന്തോഷം കാണാൻ, അതല്ലേ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും കുറച്ച് സമയം അവരുടെ ഒപ്പം ചെലവഴിക്കാനും തീരുമാനിച്ചു. അന്തേവാസികളുമായി ഒന്നിച്ചിരുന്നുള്ള ഉച്ചഭക്ഷണത്തിന് പുറമെ പുത്തൻ ഉടുപ്പുകൾ വാങ്ങാൻ 30,000 രൂപയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ G ശ്യാമളകുമാരി
അമ്മത്തൊട്ടിലെ ഫാദർ മാത്യു കുന്നത്തിന് കൈമാറി. കോളേജ് വിദ്യാർത്ഥികളായ അമീർ, ഇല്യാസ്, സ്നേഹ എന്നിവരുടെ മനസ്സിലുദിച്ചതാണ് വേറിട്ട ഈ ശിശുദിന ആഘോഷ പരിപാടി. കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ചാച്ചാജിയുടെ വേഷധാരികളായ കുട്ടികൾക്ക് സ്കൂൾ മാനേജർ എം ബി വിജയനാഥൻ ശിശുദിന സന്ദേശം നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് തോമസ്, MBT വൈസ് ചെയർപേഴ്സൺ സുനിത സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി സതീഷ് ഷാജി, ജോസ് ജേക്കബ്, മനോജ്, ബിന്ദു സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഏറ്റവും ഇഷ്ടം കുട്ടികളോടായിരുന്നു. ശിശുദിനത്തിൽ വിദ്യാലയങ്ങളിൽ മുട്ടായി വിതരണവും ശിശുദിന റാലിയും നടത്തപ്പെടുന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 125ാമത് ജന്മദിനം നാടെങ്ങും ആഘോഷത്തോടെ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൽ കൂടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൊച്ചുകുട്ടികൾ ഇന്നിവിടെ അവതരിപ്പിച്ച പരിപാടികൾ മുഴുവൻ LKG UKG ക്ലാസ്സുകളിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അവരാണ് ഇതിന് നേതൃത്വം വഹിച്ചത്. ചാച്ചാജിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് കൊച്ചു കുട്ടികളെയാണ്. പൊന്നന്താനം ഗ്രാമീണ വായനശാലയിലെയും സെന്റ് പീറ്റേഴ്സ് UP സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ശിശുദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. യോഗത്തിൽ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചമ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, വാർഡ് മെമ്പർ ജേക്കബ് മത്തായി, സ്കൂൾ ഹെഡ് മാസ്റ്റർ അലക്സ് മാത്യു, അധ്യാപകരായ PJ എബ്രഹാം, PU സ്റ്റീഫൻ, സിസ്റ്റർ ജോൺസിയ, ജെസി ജേക്കബ്, എൽസമ്മ ജോർജ്, സിറിയക് ഫിലിപ്പ്, PTA പ്രസിഡന്റ് ജോമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ശിശുദിന റാലിയും സംഘടിപ്പിച്ചിരുന്നു. ആ ഓർമ്മ ഒതുക്കാനുള്ള ആഹ്ലാദത്തോടുകൂടിയാണ് നിങ്ങൾ നമ്മുടെ തെരുവീതിയിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. നിങ്ങൾ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ഒക്കെ വേഷമണിഞ്ഞിരിക്കുന്നു, തൊപ്പി ധരിച്ചിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം, ഞങ്ങൾ ആരുടെ തൊപ്പിയാണ്, ആരുടെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നത്, ആരുടെ പേരിലാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. അതായി തീരാൻ നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം എന്ന് പറയാൻ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിൽ അധ്യാപകനായിരുന്നപ്പോൾ 1986 ഡൽഹിയിൽ പോകാനിടയായി. അന്ന് ഡൽഹിയിൽ പോയപ്പോൾ നെഹ്റു താമസിച്ച വീട് തീൻമൂർത്തി ഭവൻ എന്നാണ് അതിന്റെ പേര്. ആ തീൻമൂർത്തി ഭവനിൽ ചെന്ന് നെഹ്റു താമസിച്ച വീട് കണ്ടു. അദ്ദേഹത്തിന്റെ ആ വീട്ടിലെ മേശപ്പുറത്ത് ഒരു ഫയല് ഒപ്പിടാതെ വച്ചിട്ടുണ്ട്. അവസാനം